കലാഭവൻ മണി മരിച്ച് 2 മാസമായിട്ടും ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം. മരണകാരണത്തിൽ പോലീസിന് ഇനിയും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പരിശോധനാ ഫലം വൈകുന്നതിനാൽ അന്വേഷണവും നിലച്ചു. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ആദ്യം തന്നെ അസ്വാഭാവിക മരണം എന്ന് വിലയിരുത്തിയത് പോലീസ് തന്നെയാണ്. എന്നാൽ പിന്നീട് ഇപ്പോൾ അന്വേഷണം എങ്ങും എത്താത്ത ഒരു നിലയിലാണോ ഉള്ളത്? എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ദിൽജിത്ത്. സൗമ്യ, കലാഭവൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച് അതേക്കുറിച്ചുള്ള അന്വേഷണം 2 മാസമായി നടന്നു വരികയാണ്. 2 മാസം പിന്നിടുമ്പോഴും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും എത്തിയിട്ടില്ല. യാതൊരു നിഗമനത്തിലും എത്താൻ സാധിക്കാതെ പോലീസ് അന്വേഷണം നിലച്ച മട്ടിലാണ്. പ്രത്യേകിച്ച് കീടനാശിനിയുടെ അംശം കലാഭവൻ മണിയുടെ ശരീരത്തിൽ സ്ഥിരീകരിച്ചെങ്കിലും ഇതിന്റെ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് കേരളത്തിലെ കൊച്ചി കാക്കനാടിലെ റീജിയണൽ ലബോറട്ടറിയിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ രാസപരിശോധന നടത്തുന്നതിന് വേണ്ടി കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങളും രക്തവും അതുപോലെ തന്നെ മറ്റു സ്രവങ്ങളും എല്ലാം തന്നെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഒരു പരിശോധനാ ഫലം വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അന്വേഷണ സംഘം. പ്രത്യേകിച്ച് ആശുപത്രി അധികൃതർ ആദ്യം മെഥനോളിന്റെ സാന്നിധ്യം കലാഭവൻ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനെ ഇവർ ഈ വിവരം അറിയിക്കുകയും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. മാർച്ച് 5 വൈകിട്ടാണ് കലാഭവൻ മണിയെ ഔദ്യോഗിക വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസായ പാടിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തലേ ദിവസത്തെ മദ്യസൽക്കാരത്തിന് ശേഷം ഇത്തരത്തിൽ സുഹൃത്തുക്കളുമായുള്ള മദ്യസൽക്കാരത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കലാഭവൻ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മാർച്ച് 6 കലാഭവൻ മണിയുടെ മരണം സംഭവിക്കുന്നത്. തുടർന്ന് ശരീരത്തിൽ മെഥനോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത്. അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി AS സുദർശന്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നിരുന്നതെങ്കിലും പിന്നീട് വിശദമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി ക്രൈംബ്രാഞ്ച് SP KN ഉണ്ണിരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള രാസപരിശോധനാ ഫലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുമ്പോട്ട് പോയത്. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ കൊച്ചി കാക്കനാട് റീജിയണൽ ലാബിൽ പരിശോധനയ്ക്കായി അയച്ച മണിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. ക്ലോർപൈറിഫോസ് എന്ന ഒരു കീടനാശിനിയുടെ അതിൽ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം ഉണ്ടായതോടുകൂടി തന്നെയാണ് അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വഴിത്തിരി ഉണ്ടായത്. പിന്നീട് ഈ കീടനാശിനി ഏത് തരത്തിൽ ശരീരത്തിൽ എത്തി എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മണിക്കൊപ്പം തലേ ദിവസത്തെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മണിയുടെ സഹായികൾ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ എല്ലാം തന്നെ നടന്നു വരികയായിരുന്നു. എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സംശയകരമായ കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കീടനാശിനിയുടെ അംശം സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും അത് ഏത് അളവിൽ ശരീരത്തിൽ എത്തി എന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ കാക്കനാട്ടെ റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ മരണകാരണത്തിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആ അവ്യക്തത പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ ഒരു പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കീടനാശിനിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ദേവദാസ് ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അസ്വാഭാവിക മരണമെന്ന് പോലീസ് തന്നെ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം, ആന്തരികാവയവങ്ങളുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വലിയ സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ച് കീടനാശിനിയുടെ അളവ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൂന്നി അത് ആരോപണം മാത്രമായിരുന്നില്ല, അതിലൂടെ തന്നെ അന്വേഷണം മുൻപോട്ട് പോവുകയും ചെയ്തിരുന്നു, പലരെയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സംഭവം നടന്ന 2 മാസമായിരിക്കുന്നു. അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു സമയം സ്വാഭാവികമായും അത് മതിയാവില്ല എന്ന് പറയാനാകുമോ? ഇത് എന്താ പറയാ, ഇവിടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്, ഇപ്പൊ ജഷീന്റെ മരണമായാലും കലാഭവൻ മണിയുടെ മരണമായാലും ക്രിമിനൽ ലോ ടു സേവ് ക്രിമിനൽസ് പോലെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോ ക്രിമിനൽസിനെ പിടിക്കാനാണ് ഞങ്ങളെല്ലാം പഠിച്ചത്. പക്ഷെ ക്രിമിനൽ ലോ ക്രിമിനൽസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണുന്നതിന്റെ നേർചിത്രമാണ്. എന്താ പറയാ, ഫോറൻസിക് എന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ ഒരു സാധനവും വലിയ പെട്ടിപ്പീടിയ പോലെയാണ് നടത്തുന്നവർ. അതുകൊണ്ടാണ് ഇവർക്ക് യാതൊരു വ്യക്തതയും ഇല്ലാത്ത. കലാഭവൻ മണിന്റെ ഇപ്പൊ അനിയൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച സ്ലോ പോയിസണിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഡെഡ്ലി പോയിസണിങ് ഉണ്ട്. ഇപ്പൊ സുനന്ദ പുഷ്കർ മരിച്ചെന്ന് പറയുന്നത് പോലത്തെ പോയിസണിങ് അത്. അങ്ങനത്തെ പോയിസണിങ് കൊണ്ടാണ് സംശയം ഉണ്ട് എന്നാ എനിക്ക് ഉള്ളത് എന്നാ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ഹൈദരാബാദ് പോലത്തെ ഫോറൻസിക്
ഫോറൻസിക്കിലെല്ലാം കൊണ്ടുപോണ്ടിയാ. ഇവിടെ അമച്വർ സിസ്റ്റം. ഇപ്പൊ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിഷേന്റെ മരണം കിടന്നിട്ട് റിട്ടയർഡ് ഉമാ ദത്തനെല്ലാം പിടിച്ചിട്ടല്ലേ പോയിട്ട് വെള്ള പൂശാൻ വേണ്ടിയിട്ട് പോന്ന നേർക്കാഴ്ച കണ്ടില്ലേ? ഇതന്നെ ജിഷേന്റെ മരണവും ഇതാണ് കലാഭവൻ മണിന്റെ മരണം. ഇവിടെ ഒന്നും തെളിയിക്കുന്നില്ല. ഇവർ പോലീസ് സിസ്റ്റം ആകെ പോയിന് ഇൻസെക്യൂരിറ്റി ആണ് കേരളത്തിലുള്ളത്. ഇതെന്ന് പറഞ്ഞാല് മൂടി വെക്കാനാണ് ഇവർക്ക് ഈ വൈറ്റ് വാഷിംഗ് ജോബാണ് പോലീസിനും ഫോറൻസിക്കിനും ഈ കേരള ഗവൺമെന്റിന് നല്ലത് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ വെള്ള പൂശുക. നിങ്ങൾ ഒരു മരണം നടക്കുക, അസ്വാഭാവികത ഉണ്ടെന്നോ അല്ലെ മിസ്റ്റീരിയസ് ആയിട്ട് നടക്കുന്ന, ഇപ്പൊ സുനന്ദ പുഷ്കർ ഡൽഹിയിൽ നടന്നത് തന്നെയാണ് ഇത്. എങ്ങനെ വെള്ള പൂശാനുള്ള റിസർച്ച് നടത്തുന്ന ഒരു ടീമാണ് ഹോം മിനിസ്റ്ററും. വേറും വല്ല പന്നി വളർത്തു കേന്ദ്രത്തിൽ പന്നീന വളർത്തുന്ന ഇവർക്ക് നല്ലതെന്ന് തോന്നും. വേറെ ഒന്നിനും കഴിയില്ല. എന്നിട്ട് ഓപ്പോസിഷൻ ആണ് ഇത് ആക്കുന്നത്. അല്ലെ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ എത്തിച്ച് എന്തുകൊണ്ട് കൊലപാതകി പുറത്താണുള്ളത്? ഡെഡ്ലി കൊലപാതകി എന്ന് പറഞ്ഞാൽ ജിഷേന്റെ ബ്രൂട്ടൽ റേപ്പ് ആൻഡ് മർഡർ, നിർഭയ പോലത്തെ കൊലപാതകി ഇപ്പൊ പുറത്താണുള്ളത്. എങ്ങനെയാണ് ഇവിടെ പെണ്ണുങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങിയാല് ഓനുണ്ടോ? അതിന്റെ തൊട്ടടുത്ത് നിന്നാണ് കേരള ജനത പെണ്ണുങ്ങൾ നോക്കുന്നത്. അതേപോലെ തന്നെ കലാഭവൻ മണിന്റെ ഇതിലും കൂടി മിസ്റ്റീരിയസ് ഡെത്ത് കൊലപാതകി, ആ കൊലപാതകി ഇതിലും വിദഗ്ധൻ. അവനെ എവിടെ അദർശനായിട്ടാണ് ഉള്ളത്, അവനും പുറത്താണുള്ളത്. അപ്പോ ഈ കേരളത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു ഇതുള്ളത്? അത് സെക്യൂരിറ്റി ആക്കേണ്ടത് പോലീസും ഫോറൻസിക്കും ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ പല ഘട്ടങ്ങളിലും പോലീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്, ഉന്നത ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് എന്ന ആരോപണം സ്വാഭാവികമായും ഉയരാറുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സമീപകാലത്തായി പോലീസ് സേന കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ, ഇതിപ്പോൾ മണി വിഷയമാണെങ്കിൽ തന്നെ ഇത്രയേറെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നതാണ്. വളരെ ആൾക്കാർ ശ്രദ്ധിച്ചതാണ്. ഓരോ ഘട്ടവും മാധ്യമങ്ങൾ വഴിയൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെയും ഇങ്ങനെ മതി എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ പോലീസ് സേന മാറുന്നത് എങ്ങനെയാണ്? അതാ സൗമ്യ പറയുന്നത്, ഇവർ മാഫിയക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ക്രിമിനൽ ലോ ക്രിമിനൽസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു മാഫിയനെക്കാട്ടും ഭീകരന്മാരാണ് ഈ പോലീസുകാരും ഈ ഗവൺമെന്റും. അതാണ് ഞാൻ പറയുന്ന ഒന്ന് മാത്രം. മണി മരിച്ചു, മണിന്റെ മിസ്റ്റീരിയസ് ഡെത്ത് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിഞ്ഞപ്പാണ്. അന്ന് രാവിലെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ, അവിടുന്ന് കുറെ സാധനം ചാക്കിൽ കെട്ടി ക്ലീൻ ചെയ്ത് മറ്റേ അവരുടെ ഫാം ഹൗസ് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് പച്ചക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവരല്ലേ റിപ്പോർട്ടാക്കിയത്. അതെങ്ങനെയാണ് ഇത്? ജിഷേന്റെ കേസിൽ 10 ദിവസം ഏതൊരു ഫൂളെന്ന് പറയാം, ഒരു ഫൂളില്ലേ സാധാരണ ഫൂൾ. അപ്പൊ മറ്റേ ഒരു സാധനത്തിന് ബ്രൂട്ടലി അവരുടെ ബജായി എല്ലാം വെച്ചിട്ട് കണ്ടിട്ട് പോലും അവിടെ കോടൻ ചെയ്യാണ്ട് 5 ദിവസം കോടൻ ചെയ്യാണ്ട് 4ാമത്തെ ദിവസം ഒരു ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് കോടതി കൊടുത്ത് അത് തിരിച്ചു വാങ്ങി. ഇനിയിപ്പോ കോടതി പോയാലും കോടതി പറയില്ലേ നിങ്ങൾ തിരിച്ചു വാങ്ങിയ ചെരുപ്പല്ലേ, നിങ്ങളാക്കിയ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അവനെ വിടും. ഇനി കിട്ടിയാലും അവന്റെ തെളിവ് നിലനിൽക്കില്ല. ഈ മണീന്റെ കേസിൽ കിട്ടിയാലും ആളെ എങ്ങനെയാ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്തുകൊണ്ടാണ് സീൻ ഓഫ് എവിഡൻസ് ഫസ്റ്റ് 24 hours ആണ് ഗോൾഡൻ അവർ. അതാണ് ജിഷേന്റെ കാര്യത്തിൽ ഇവർ മറച്ചു വെച്ചു. 5 ദിവസം പത്രക്കാരെയും എല്ലാവരുടെ അടുത്തൊന്നും മറച്ചു വെച്ച് ഇവർ എന്തിനു വേണ്ടിയിട്ട് ഇത് കളിക്കണം? അപ്പൊ ആരാണ് സ്ട്രിങ്? പുറ്റിങ്ങൽ അപകടത്തിൽ കളക്ടർ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആരാണ് അനുമതി കൊടുത്തത്? അതും ഉന്നത MP, അവിടുത്തെ പിതാംബര കുറുപ്പ് എന്ന് പറയുന്ന മറ്റേ ഉന്നത MP. ഈ മണിന്റെ കേസിൽ വരുമ്പോൾ ആരോ ഇത് ഇടപെടുന്നു. ജിഷേന്റെ കേസിൽ ആദ്യത്തെ 5 ദിവസം ആരും പറഞ്ഞു പോലീസോട് ഈ കുറുപ്പമ്പടി CA SI എല്ലാം വല പന്നി വളർത്ത് കേന്ദ്രവും ചെയ്യണം. ഏത് ആളാണ് ഇയാളെ ഇമ്പോർട്ടന്റ് ആക്കിയത്, ഇങ്ങനെ ഈ ഒന്ന് ജീവച്ഛവമാക്കിയത് എന്നാണ് ചോദ്യം. ഇവിടെ നടക്കുന്ന കേസുകളെല്ലാം ആരെങ്കിലും നിങ്ങൾക്ക് ഹോൾഡും വല്ല പൈസയും ഇല്ലെങ്കിൽ കേരളത്തില് നമ്മള് ഈ ഈയാമ്പറ്റകളെ പോലെ മരിച്ചു വീഴും. കൊലപാതകി രക്ഷപ്പെടും. എന്നിട്ട് കൊലപാതകി ഇവരും തമ്മിലാണ് ബന്ധം. അപ്പൊ കൊലപാതകൾക്ക് വേണ്ടി കേരള ഗവൺമെന്റിന്റെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും നോക്കണം. നിങ്ങൾ ക്ലിഫ് ഹൗസിലും നിങ്ങൾ മന്ത്രിമന്ദിരത്തിലും ബലാത്സംഗം മറ്റേ ഇപ്പൊ ഒരു തലശ്ശേരിയിൽ നിൽക്കുന്ന MLA ബലാത്സംഗ കേസിൽ FIR ഫയൽ ചെയ്തില്ലേ, തിരുവനന്തപുരം സ്റ്റേഷനിലില്ലേ, ഏതുവരെ നടപടി എടുത്തു? അപ്പൊ ഈ ബലാത്സംഗക്കാരൻ റിയൽ ക്രിമിനലിന് തോന്നി ഇവിടെ മോന്തയം പറഞ്ഞു ഞങ്ങൾക്ക് എന്തും ചെയ്യാന്ന്. അപ്പൊ ഇവർക്കും എടുക്കാൻ പറ്റുന്നില്ല. ഈ പോലീസിനെല്ലാം വെറും ഈ മുഖ്യ
മുഖ്യമന്ത്രിക്കും ഇതിനും വേണ്ടി അഴിമതി നടത്താൻ കൂട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് പറയാൻ പറ്റില്ല. ജിഷേന്റെ കേസ് പോലെ തന്നെയാണ് മണീന്റെ കേസും. ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ വിളിച്ചു പറഞ്ഞ റെക്കോർഡ്സ് ഉണ്ട്. ഇവരെ കോൾ റെക്കോർഡ്സ് നോക്കണം. CIനെയും SIനെയും ആര് വിളിച്ചു. മണീന്റെ കേസിൽ ഫോറൻസിക് ഫോറൻസിക് എന്ന് പറഞ്ഞാൽ ഈ 3 കേസിലും സൗമ്യന്റെ കേസിലും തൃശ്ശൂരിൽ കണ്ടിട്ടില്ലേ, രണ്ടാമതുള്ള ഒരു ഇതിലാണ് ഫോറൻസിക്കുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അത് കൊണ്ടുവന്ന പ്രോസിക്യൂഷൻ അത് വിദഗ്ധമായിട്ട് നടത്തിയോണ്ട് മാത്രമാണ് ഗോവിന്ദസ്വാമിനെ ഉള്ളിലാക്കാൻ പറ്റിയത്. ഒരുപക്ഷെ ദേവദാസ്, എനിക്ക് തോന്നുന്നു ഈ കേസുകളൊക്കെ തന്നെ തെളിയിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുന്നില്ല എന്നതിനൊപ്പം തന്നെ വല്ലാത്ത ഒരു ദുഷിച്ച ഒരു ശൈലി കൂടി സമൂഹത്തിന് നൽകുന്നുണ്ട്. ഇപ്പോൾ മണിയുടെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, പലരും നിരപരാധികളായിരിക്കാം. ഇപ്പോൾ സാബു അടക്കമുള്ളവരെ, ജാഫർ ഇടുക്കി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നു, വലിയ സംശയത്തിന് നിഴലിൽ അവരെ നിർത്തുന്നു, പാടിയിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ, അയാളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ജിഷയുടെ വിഷയത്തിലും അതുപോലെ തന്നെ സഹോദരി ഇപ്പോൾ അവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പിന്നെ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അവരെ ആ രീതിയിൽ ചോദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും മാതൃകാപരമായി പല കേസുകളും തെളിയിച്ചിട്ടുള്ള നമ്മളുടെ പോലീസ് സേനയാണ് ഈ വിധത്തിൽ കാണുന്നവരെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ തെളിവുകളല്ല അവിടെ പ്രധാനം. പല ഘട്ടങ്ങളിലും തെളിവുകൾ ചെന്ന് നിൽക്കുന്നിടത്തായിരിക്കും ആ പ്രതി ഉണ്ടാവുക, അവിടെ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു, അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് വല്ലാത്ത ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പൊതുവിൽ ഉണ്ടാക്കുന്നില്ലേ? ഇത് അതുകൊണ്ടാ പറയുന്നത് ക്രിമിനൽ ലോ ഈസ് ടു മറ്റേ കാച്ച് ക്രിമിനൽസ് അല്ലെങ്കിൽ സേവ് ക്രിമിനൽസ് അല്ല. ഇവിടെ നടക്കുന്നത് മാഫിയ എന്തോ ഒരു കൂട്ടുകെട്ട്, അതൊരു മാഫിയ ബന്ധങ്ങൾ. അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ 10-14 ദിവസമല്ലോ ഒരു ക്രിമിനലിനെ പിടിക്കാൻ ആവില്ല. പക്ഷെ എന്തുകൊണ്ട് ഫസ്റ്റ് 5 ഡേയ്സിലോ മണീന്റെ കേസില് പാടിയില് സെക്കൻഡ് ഡേ എന്തെല്ലാണ് തെളിവ്, ആരാണ് അത് വാഷ് ചെയ്ത് കൊണ്ടുവന്നത്? പിറ്റേ ദിവസം തന്നെ പോലീസ് പറയാണ് അന്വേഷിക്കുന്ന മുമ്പ് അത് പച്ചക്കറിയെ ചാക്കിലാക്കി കൊണ്ടുവരുന്നു. പച്ചക്കറി അങ്ങനെ ചാക്കിലാക്കിയിട്ട് 2ാം ദിവസം എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നവർ ചാക്കിലാക്കി അത് കൊണ്ടുപോയി, എന്തുകൊണ്ട് അവർ മണീന്റെ സംസ്കാരത്തിൽ പങ്കെടുത്തില്ല എന്നെല്ലാം ഫസ്റ്റ് 24 hours ഗോൾഡൻ ഹൗസിൽ നോക്കേണ്ട എവിഡൻസ്. 10ാമത്തെ ദിവസമാണ് ജിഷേന്റെ ആ സീൻ ഓഫ് ക്രൈം കോർഡൻ ചെയ്യുന്നത്. ഞങ്ങൾ കണ്ടില്ലേ, ഈ മറ്റേ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല അവിടെ പോയതല്ലേ 3ാമത്തെ ദിവസം 5ാമത്തെ ദിവസം, എന്നിട്ട് എന്തുകൊണ്ട് കോർഡൻ ചെയ്ത് കണ്ടില്ല? രമേശ് ചെന്നിത്തല ഇപ്പം പറയുന്നു ബെസ്റ്റ് പോലീസ്. എന്ത് ബെസ്റ്റ് പോലീസ്? എവിടെ 14 ദിവസമായിട്ട് ഒരു ഇത്രയും ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തിയ ഒരു പെണ്ണിനെ കൊന്നിട്ട് എന്നിട്ട് ഇപ്പൊ നാട്ടുകാരെ കൈ വെള്ളം നോക്കിയിട്ട് എന്താണ് കാര്യം? ആദ്യത്തെ 24 hours ഈസ് ക്രൂഷ്യൽ. അത് ഏത് ക്രിമിനൽ ലോയർക്കും അറിയാം. ഇവിടെ IG കോപ്പി അടിക്കുന്നു, സരിതേന്റെ ഫോൺ കോള് വാഷ് ചെയ്ത് കൊടുക്കുന്നു, മയച്ചു കൊടുക്കുന്നു, കോൾസ് 3000 കോൾസ് MLA മുതൽ 31കാരൻ MLA മുതൽ 81കാരൻ മന്ത്രി വരെ പിടിച്ച കഥ മയച്ചു കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാ പോലീസ് ഈ റബ്ബർ മയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം പൂശുക. എന്നിട്ട് ഈ മാഫിയക്കുള്ള ഇതായിട്ട് ഇവിടത്തെ കേരള ജനത വനിതകൾ പ്രത്യേകിച്ചിട്ട് ഇനി എന്താണ് തൊട്ടടുത്ത വീട്ടിലിപ്പോ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ആ കൊലയാളി എന്റെ വീട്ടിലെത്തിയോ നോക്കുക. ആ കൊലയാളി ഈ സമൂഹത്തിലുണ്ട്. മണീനെ കൊന്ന കൊലയാളി സമൂഹത്തിലുണ്ട്. ഇവരൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് എന്റെ പോലീസ് ബെസ്റ്റ് പോലീസ് എന്ന് പറഞ്ഞു നടക്കുന്ന ആഭ്യന്തരമന്ത്രി ഇവിടെ അതാണ് ജേക്കബ് തോമസ് ഹോണസ്റ്റായ പോലീസ് ഓഫീസറെ താത്തി മാക്സിമം ടാറടിക്കാൻ നിന്ന് ഈ DGP ഇൻവോൾവ് DGP ടാറടിക്കാൻ നിന്ന DGP ഇപ്പൊ അവിടെ വന്നിട്ട് 30 അംഗ ടീമിനെ വെച്ചിട്ട് പോലും കൊലപാതകിയ മാസ്റ്റർ കൊലപാതകം. അപ്പോ എന്താണ് സമൂഹത്തിൽ കൊടുക്കുന്നത്? യങ്സ്റ്റേഴ്സ് ഇങ്ങനെയെല്ലാം കൊലപാതകം ചെയ്താൽ മിസ്റ്റീരിയസ് ആയിട്ട് ഇപ്പൊ ഹോളിവുഡ് സിനിമയിലെ പോലെ അല്ലെ സുനന്ദ പുഷ്കർ പോലെയെല്ലാം കൊലപാതകം ചെയ്തിട്ട് ത്രില്ല് സൈക്കോപാത്ത് ഇനിയും വരും സൊസൈറ്റിയിൽ. അതിന് വഴിയൊരുക്കുന്നതാണ് പോലീസ് അതിനെ തടയിടേണ്ടത്. ഈ സൊസൈറ്റിയിൽ ഇനി ഒരു ഡിറ്ററന്റ് എഫക്ട് കൊടുക്കേണ്ട പോലീസ് ഇതിന് കൂട്ടിക്കുന്നു, ആ പ്രതിക്ക് കൂട്ടിക്കുന്നു. അല്ലെങ്കിൽ അവളൊരു പാവം ഒരു ദളിത് യുവതി കൊന്ന് കുഴിച്ചു മൂടി കത്തിച്ചു, എന്തെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് വഹിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, ഡെഡ് ബോഡിക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് ഈ നാട്ടിൽ. അതുപോലും ഇല്ലാണ്ട് അമ്മയുടെ ഇതുപോലെ അമ്മേനെ പോലും കാണിക്കാണ്ട് കത്തിക്കാൻ ഇവർക്കാരെ അധികാരം നൽകി. എന്നിട്ട് ഇപ്പൊ എവിഡൻസിന് വേണ്ടിയിട്ട് പരതുന്നു. ഇനി അത്
കോടതിയിലെത്തിയപ്പോൾ മണിയുടെ കേസ് ഫോറൻസിക് എന്നെല്ലാം പറഞ്ഞല്ലേ പല പൊളിറ്റിക്കൽ മുറുക്കാൻ കൂടെ തുടങ്ങുന്നതാണ് നല്ലത്. എന്താ പറയുക, ഒരു ഇതുമില്ല. എന്താ പറയുക, ഇവർ എന്തെന്നാ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. കീടനാശിനി കഴിച്ച് കുക്കമ്പർ കഴിച്ചാൽ ഉണ്ടാവും പോലെ, ഈ നമ്മൾ വെള്ളരിക്ക ഇത് കഴിച്ചാൽ കത്തിരി കഴിച്ചോണ്ടാ പോലും ആദ്യത്തെ റിപ്പോർട്ടിൽ എന്തെല്ലാണ് വീട്ടിൽ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നിൽക്കുന്നു. ഞങ്ങളിങ്ങനെ ജനങ്ങളിങ്ങനെ മുകളിലോട്ട് നോക്കുന്നു. അതിനെല്ലാം ഹൈദരാബാദിൽ അതിന്റെ നാഷണൽ ഫോറൻസിക്, അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനോട് പണ്ടേ പറഞ്ഞ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെല്ലാം ഒരു ഫോറൻസിക് ലാബ് വെക്കുമോ, അല്ലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വെക്കുമോ, അങ്ങനത്തെ രോഗങ്ങൾ വരുന്നു അതൊന്നും ഡീൽ ചെയ്യാണ്ട് ഞാൻ കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത് ഇല്ലാത്ത എയർപോർട്ടിന്റെ പറയാ അല്ലെ പാലത്തിന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലക്സും വെച്ചിട്ട് ഇങ്ങനെ നടക്കുവാന്നല്ലാണ്ട് അതിന്റെ എല്ലാം ഭവിഷ്യത്താണ് ഇപ്പം കൊലപാതകികളും എത്തിയിരിക്കുന്നു. കേരളം ഇന്ന് അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ സോമാലിയ പോലാന്ന് പറയുന്നതെന്ന് കാര്യമില്ല. അയാളും ഒരു സോമാലിയക്കാരൻ, എന്താ പറയുക, സീ പൈററ്റ്സാ. ഈ കടൽ കൊള്ളക്കാരന്റെ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് മോഡി അത് പറഞ്ഞത്. എന്താ പറയുക, കൊലപാതകം ചെയ്തോ ഓണാണ്, അതുകൊണ്ട് ആ സോമാലിയ എന്ന് പേര് വന്നത് അവർക്ക്. അതിങ്ങനെ ഞങ്ങൾ കേട്ടിരിക്കേണ്ട ആവശ്യം. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് പറയാൻ അവസരം കൊടുത്തു? ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈ അവസരം കൊടുത്തിനോ ഒരു പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ സോമാലിയ എന്ന് പറയാൻ? ഈ ഉമ്മൻചാണ്ടി കൊടുപ്പോ വന്നു. എന്താ പറയുക, ഒരു പെണ്ണ് പറയുന്ന എന്നെ ക്ലിപ്പ് ഹൗസ് ഒന്ന് പിടിപ്പിച്ചത് ഈ മുഖ്യമന്ത്രിയാണ്. ഈ 71കാരൻ എല്ലാവരും 81കാരൻ പിടിക്കുന്നു. ഈ പ്രോജക്റ്റുമായിട്ട് പോകുന്നവരെല്ലാം മാനം നഷ്ടപ്പെടുന്നു, പൈസ നഷ്ടപ്പെടുന്നു. കട്ടിട്ട് കട്ടോളം പൈസ കക്കുന്ന മുഖ്യമന്ത്രി മാഫിയ തലവന്മാർ ദാവൂദ് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ദേവദാസ്, ദയവായി തുടരുക. കലാഭവൻ മണിയുടെ മരണം സംഭവിച്ചിട്ട് 2 മാസം പിന്നിടുമ്പോഴും ഇനിയും ദുരൂഹതയിൽ വ്യക്തത വരുത്താൻ പോലീസ് സേനയ്ക്ക് ആയിട്ടില്ല. നമ്മളുടെ പോലീസ് സേനയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? കേന്ദ്ര ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊരു ന്യായീകരണമാണ് പറയുന്നത് എങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങളെല്ലാം നിർത്തിവെച്ച ഒരവസ്ഥയിലാണ്. മണിയുടെ മരണം സംഭവിച്ച 2 മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും എന്താണ് സംഭവിച്ചത്? മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ പോലീസിനായിട്ടില്ല. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണം പറയുമ്പോഴും ഇതുവരെ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ദിൽജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിൽജിത്ത്, ഒരുപക്ഷെ ഇവിടെ ദേവദാസ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ കേസ് പല വഴിക്ക് നീങ്ങിയ സാഹചര്യം നമുക്കറിയാം. ഇന്നിപ്പോൾ ഒരു ലാബിന്റെ പരിശോധനാ റിപ്പോർട്ടിന് കൈ കാത്തിരിക്കുന്നു എന്നൊരു ന്യായീകരണം പറയുമ്പോഴും ഇതുവരെ കേസന്വേഷണത്തിൽ സംഭവിച്ചത് എന്താണ്? കേസിന്റെ നാൾ വഴിയിലേക്ക് കൂടി പോയാൽ ദിൽജിത്ത്. തീർച്ചയായും സൗമ്യ, മാർച്ച് 5-ന് തീയതിയാണ് ഗസ്റ്റ് ഹൗസായ പാടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് 6-നാണ് മണിയുടെ മരണം സംഭവിച്ചത്. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതായുള്ള ആശുപത്രി അധികൃതരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസിന് വിവരം അറിയിക്കുകയും തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ മാർച്ച് 6-ന് മരണം സംഭവിച്ച് ഇപ്പോൾ 2 മാസം പിന്നിടുമ്പോഴും ഈ കേസിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. മരണകാരണം സംബന്ധിച്ചുള്ള ആദ്യഘട്ടങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം സംബന്ധിച്ച ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ലഭിച്ച ശേഷമേ മരണകാരണം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കീടനാശിനി ക്ലോറിപ്പോസ് എന്ന കീടനാശിനിയുടെ അംശം കണ്ടെത്തിയത്. എന്നാൽ ഇത് ഏത് അളവിൽ ശരീരത്തിൽ എത്തി എന്നത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ലാബിൽ ഇല്ല. ഇത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ പരിശോധനാ ഫലം ക്ലോറിപ്പോസ് എന്ന കീടനാശിനിയുടെ അംശം ശരീരത്തിൽ എത്തി എന്ന കണ്ടെത്തൽ ഉണ്ടായപ്പോൾ തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഏത് അളവിൽ ശരീരത്തിൽ എത്തി എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം അത് കാക്കനാട്ടെ ലാബിലേക്കുമല്ല, അത് അതിന് കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയുടെ സഹായം തേടേണ്ടിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കേന്ദ്ര ലാബിനെ സഹായിക്കുന്നതിലടക്കം വലിയൊരു കാലതാമസം ഉണ്ടായി. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്നടക്കം മണിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ശേഖരിച്ച രക്തം, മറ്റ് സ്രവങ്ങൾ എന്നിവയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും അല്ലെങ്കിൽ കേന്ദ്ര ലാബിൽ നിന്ന് ആദ്യം തന്നെ എത്രയും വേഗം തന്നെ പരിശോധനാ ഫലം ലഭ്യമാക്കി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഊർജിതമാക്കുന്നതിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ പുതുതായി രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം അതുപോലെ തന്നെ മെഡിക്കൽ സംഘം ഇവരുടെ എല്ലാം തന്നെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് 1 മാസത്തിലധികമായി മണിയുടെ അവയവങ്ങളും രക്തവും മൂത്രവും ഉൾപ്പെടെയുള്ള സ്രവങ്ങളുമെല്ലാം തന്നെ
കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ട് 1 മാസമായി നടക്കുന്ന പരിശോധന ഫലം വാങ്ങിയെടുക്കാനും തുടർന്നുള്ള അന്വേഷണം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും ദിൽജിത്തിലേക്ക് തിരികെ എത്താം. ശ്രീ ദേവദാസ്, ഇവിടെ ദിൽജിത്ത് സൂചിപ്പിച്ചത് ഈ വിഷയമാണ്. അതായത് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണമാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതിനെന്തുകൊണ്ട് കാലതാമസം സംഭവിക്കുന്നു? പ്രത്യേകിച്ച് ഇത്രയും പ്രമാദമായ ഒരു കേസാണ്. അതിൽ എത്രയും വേഗം റിസൾട്ട് നേടിയെടുക്കുക എന്നത് പോലീസിന് ഡയറക്റ്റായി ഇടപെടുന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമായി എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. ഈ ഒരു ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാവുന്നതാണ്? കീടനാശിനി മണിയുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം മുതൽക്കേ തന്നെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് മുതൽക്കേ തന്നെയുള്ള കാര്യങ്ങൾ വലിയ സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. കീടനാശിനിയുടെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണോ മരണ കാരണം എന്നതൊക്കെ ഒരു പക്ഷേ പരിശോധനാ ഫലം കിട്ടിയ ശേഷം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു ഘട്ടത്തിലും പരിശോധനാ ഫലം ലഭിക്കാത്തതാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഇരിക്കുന്നത് എന്ന ഒരു ന്യായീകരണം എത്രത്തോളം അംഗീകരിക്കാനാകുന്നതാണ് ശ്രീ ദേവദാസ്? ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ക്രിമിനൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിമിനൽസ് പറയുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ടെക്നിക്കൽ റീസൺസ് മാത്രമേ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊലാബറേറ്റ് ചെയ്യുന്നത്. ഒരു കൊലപാതകമോ ഒരു മരണമോ അസ്വാഭാവിക മരണമോ നടന്നാൽ കൊലാബറേറ്റ് ചെയ്യേണ്ട ഒരു സൈഡ് എവിഡൻസ് ആണ് ഈ ഫോറൻസിക്. അപ്പൊ ഈ നമ്മളിപ്പോ ഒരു ട്രങ്കിനെയാണോ മരത്തിന്റെ മെയിൻ ട്രങ്കിനെയാണോ ഈ വളർത്തുക, അല്ലെങ്കിൽ ബ്രാഞ്ചസിനെയാ പറയാ, ബ്രാഞ്ചസിനായിരുന്നു വെള്ളമില്ല, ഈ കൊമ്പിന് വെള്ളമില്ല. അതേപോലെ കൊമ്പിന്റെ ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ഇല്ല. വാട്ടർ ഡൗൺ ഇതാണ് സൗകര്യം നിങ്ങൾ കാണേണ്ടത്. ഈ പുറ്റിങ്ങലിൽ നടന്നത് മാത്രമല്ല, ഈ ജിഷേന്റെ മാത്രമല്ല നിങ്ങൾ കണ്ടത്, ചന്ദ്രബോസ് മരണപ്പെട്ടപ്പോൾ പോലീസ് എന്താ ഇതാണ് ഇവർ ഈ പന്നി വളർത്തലോ വെള്ളപൂച്ചാനും പോകുന്നതല്ല ഈ കേരള പോലീസ്. എന്താ കാര്യം പറഞ്ഞാൽ അന്ന് ഏറ്റവും വലിയ എവിഡൻസ് ചന്ദ്രബോസിനെ അടിച്ച് നെഞ്ഞ് കൂട് പൊട്ടിച്ചിട്ട് ചോരയിൽ കുതിർന്ന ഷർട്ടാണ് മെയിൻ എവിഡൻസ്. ഷർട്ട് കത്തിച്ചാൽ തന്നെ ഇവർ പോലീസ്. അപ്പൊ ഈ പോലീസ് ഇതിൽ വിദഗ്ധമാറാണ്, ഡോക്ടറേറ്റ് എടുത്തോളാണ് ചെന്നിത്തലയിലെ പോലീസ്. ഇവർക്കെന്ന് പറഞ്ഞാൽ അഴിമതി നടത്താൻ മറ്റേത് കൂട്ടുകൂടുന്നത്. അതുകൊണ്ടാണ് ജേക്കബ് തോമസിന്റെ ഓടി, അതുകൊണ്ടാണ് ഈ വിൽസൺ കോളനിയും അഴിമതിക്കാരെല്ലാം പിടിച്ചിട്ട് ഇവർ മേൽത്തട്ടിൽ വെക്കുന്നത്. തിരികെ എത്താം. ഇപ്പോൾ പ്രൊഫസർ ക്രിമിനോളജിസ്റ്റായ ശ്രീ ജെയിംസ് വടക്കംചേരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കംചേരി, ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു ന്യായീകരണം ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല, അതിന് കാലതാമസം നേരിടുന്നു, അതുകൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അളവിൽ കീടനാശിനിയുടെ അളവ് സാന്നിധ്യം ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊരു ന്യായീകരണം അത് അപ്രസക്തമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെയൊരു ന്യായീകരണം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എത്രത്തോളം സ്വീകരിക്കാവുന്നതാണ്? പോലീസ് പറയുന്നത്, അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നതായ ഈ പരിശോധനയ്ക്ക് ഫലം അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് 6 മാസത്തോളമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത്ര അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പോലീസ് നിർബന്ധിക്കുകയാണെങ്കിൽ അത് സ്പെഷ്യലായിട്ടൊക്കെ എടുക്കും. എന്നാലും അതിന് സമയമെടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ ഹൈദരാബാദ് ലാബോറട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ളതായ ലാബോറട്ടറി ആയതുകൊണ്ട് ഈ പറഞ്ഞതായ കാലാവധി അധികമായ സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പോലും 6 മാസമൊക്കെ എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഹൈദരാബാദിൽ നിന്ന് റിസൾട്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തതായിട്ട് വരും. കേരളത്തിൽ നമ്മുടെ ധൃതി കൂട്ടുന്നത് പോലെ സെൻസിറ്റീവ് കേസാണെന്ന് പറഞ്ഞ് കേസ് പെട്ടെന്ന് എടുക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഹൈദരാബാദ് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇതുപോലെയുള്ളതായ പല സംസ്ഥാനത്തു നിന്ന് വരുന്നതായ കാര്യങ്ങൾ പ്രയോറിറ്റി ലെവലിലൊക്കെ എടുത്ത് വരുമ്പോ ഈ പറഞ്ഞതായ കാലാവധി കാര്യമായ ഒരു ഡിലേ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ലാബിൽ നടത്തിയതായ ടെസ്റ്റും ഇവിടുത്തെ ആശുപത്രി നടത്തിയ ടെസ്റ്റൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ നമുക്ക് മൂന്നാമതൊരു ഏജൻസിയെ സമീപിക്കേണ്ടി വന്നപ്പോൾ അത് കൂടുതൽ വിശ്വാസയോഗ്യമായ കേന്ദ്ര ഏജൻസി ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് നമ്മൾ അല്പം വൈകുന്നു എന്നുള്ളത് ഒരു പാകപ്പഴയായിട്ട് കണക്കാക്കേണ്ട. കാരണം പോലീസിനും ലാബിനും അതിൻ്റെതായ ഒരു സമയം കൊടുത്താലേ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാൻ സമയം ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഒരുപക്ഷെ ആ ഒരു റിസൾട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു ന്യായീകരണം പറയാം. പ്രത്യേകിച്ച് അത് എത്രത്തോളം പ്രസക്തമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്.
അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അത് പോലീസ് തന്നെയാണ് ആ വിധത്തിലൊരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളതും. ബാക്കിയുള്ള കാര്യങ്ങൾ, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരൊറ്റ ന്യായീകരണത്തിൽ കുടുങ്ങി ഒതുങ്ങുന്നത് ശരിയാണോ എന്നതുകൂടിയാണ് ഇവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം. അത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ പോയിന്റ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് റിസൾട്ട് തന്നെയാണ്. ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാലേ ഇനി പോലീസിനെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നതിനെ പറ്റി തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ധൃതി കൂട്ടാതെ ഒരു അല്പം സമയം കൂടി പോലീസിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ജെയിംസ് വടക്കംചേരി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. അഡ്വക്കേറ്റ് പ്രിജി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പിജി, ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ജെയിംസ് വടക്കംചേരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം എന്ന് പറയുന്നത് പ്രാധാന്യം ഏറെ ഉള്ളതാണ്. കാരണം സ്വാഭാവികമായും ഈ കീടനാശിനിയുടെ അളവ് കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ശരീരത്തിലുണ്ട്, അതാണോ മരണകാര്യങ്ങൾ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആ റിസൾട്ടിനെ കുറച്ച് കാണുന്നില്ല, അതിന്റെ പ്രാധാന്യത്തെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് മറുഭാഗത്ത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ തൃപ്തികരമാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും കലാഭവൻ മണിയെ പോലെ ഒരു നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കലാകാരൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ മരണം പോലും വേണ്ട വിധത്തിൽ അന്വേഷിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം കേരളത്തിലെ ഒരാൾക്കും ഇന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല കലാഭവൻ മണി മരിച്ചതിന്റെ കാരണം എന്താണെന്ന്. കാരണം കലാഭവൻ മണിയുടെ മരണത്തെ തുടർന്ന് തൊട്ട് പിറ്റേ ദിവസം വന്ന പത്രങ്ങളിൽ പോലീസ് കൊടുത്തിരുന്ന ക്ലാരിഫിക്കേഷൻ അതൊരു സ്വാഭാവിക മരണം എന്നാണ്. എന്നാൽ തുടർന്ന് കീടനാശിനി ഉള്ളിൽ ചെന്നിട്ടാണ് മരണമെന്നും, എന്നാൽ കീടനാശിനി അല്ല മരണകാരണമെന്നും, അദ്ദേഹത്തിന്റെ ജീവിതചര്യകളിലുള്ള പോരായ്മകളാണ് മരണകാരണമെന്നും ഒക്കെ പറഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ജിഷയുടെ ഈ അടുത്ത കാലത്തുണ്ടായ ജിഷയുടെ കൊലപാതകവും കലാഭവൻ മണിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണത്തിനകത്ത് നിസ്സംഗതയും ഏകദേശം സമാന സ്വഭാവമുള്ളതാണെന്ന് ഞാൻ പറയും. കാരണം കലാഭവൻ മണിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടും ഒരുപാട് പേരെ പോലീസ് ചോദ്യം ചെയ്തു. ഓരോ ദിവസവും TV ചാനലുകളിലും പത്രത്തിലും 5 പേരെ കസ്റ്റഡിയിലെടുത്തു, 10 പേരെ കസ്റ്റഡിയിലെടുത്തു, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്, ഇന്ന ആളിനെ ചോദ്യം ചെയ്താൽ ഇപ്പോൾ ഇത് വെളിവാകും എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ് റിലീസുകളാണ് പോലീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജിഷയുടെ കൊലപാതകത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ പോലീസിന് എന്തോ ഒരു നിസ്സംഗത ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ, കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ എന്തോ ഒരു പോരായ്മ നമ്മുടെ പോലീസിനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗ്രസിച്ചിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ജിഷയുടെ കൊലപാതകത്തിലും ഇന്നിതേവരെ യാതൊരു കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടുകളും വെളിയിൽ വന്നില്ല. എന്നാൽ ഒരു കെമിക്കൽ അനലിസ്റ്റിനെ ഈ സംഭവം നടന്ന ഡെഡ് ബോഡി കണ്ടെത്തി വിത്തിൻ ടൈം ഈ സീൻ ഓഫ് ഒക്കറൻസിലേക്ക് കൊണ്ടുചെല്ലുന്നതിന് പോലും പോലീസ് പരാജയപ്പെട്ടു. ഇപ്പൊ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന്റെയൊക്കെ വിശദീകരണങ്ങൾ വന്നിട്ടുള്ളത് അതിനകത്ത് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെയായിരുന്നു കലാഭവൻ മണിയുടേതും. കലാഭവൻ മണിയുടേത് അമൃതയിലെ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കെമിക്കൽ അനാലിസിസിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും ഇന്നിതേവരെ കമ്പയർ ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്താൻ പോലീസിന് കഴിയുന്നില്ല. ഇത്രയും നാളുകൾക്ക് ശേഷവും നമ്മുടെ കേരള പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും കേരള പോലീസിന്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് വേണം സാധാരണ ജനങ്ങൾ വിലയിരുത്തുവാൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തിരികെ എത്താം. ശ്രീ ദേവദാസ്, ഇവിടെ നേരത്തെ ശ്രീ ജെയിംസ് വടക്കംചേരി സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് ഈ കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം സ്വാഭാവികമായും വൈകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാകാം ആ ഒരു ന്യായീകരണം പോലീസ് പറയുന്നതും. പക്ഷേ അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ, ഇവിടെ ഇടയ്ക്ക് അഡ്വക്കേറ്റ് പ്രിജി പറഞ്ഞു പോവുകയുണ്ടായി, ജിഷയുടെ കാര്യത്തിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സാഹചര്യം, അതിലുണ്ടായ കാലതാമസം, അവിടെ നിന്നും ആദ്യം ശേഖരിക്കപ്പെടേണ്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ വന്ന അസ്വാഭാവികത, മണിയുടെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പാടിയിലാണെല്ലാം സംഭവിച്ചത്. പാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം അല്ലെങ്കിൽ തെളിവെടുപ്പ് അടക്കം നടക്കുന്ന കാര്യത്തിൽ വലിയൊരു അലംഭാവമുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴല്ലേ ഈ ലാബിലെ പരിശോധനാ ഫലം എന്ന് പോലീസ് പറയുന്ന ഒരു ന്യായീകരണത്തെ സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്? എന്തറിയാം, ഈ
ക്രിമിനോളജിക്ക് ഞങ്ങൾക്ക് തിരിയുന്നില്ല. എന്താ പറയുക, ഈ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ ഇവരെ ഈ ഒഫീഷ്യൽ ലൈനിനെ വെള്ള പൂശാനാ നോക്കുന്നത്. അത് എന്തെന്നാന്ന് എനിക്ക് തിരിയുന്നില്ല. അവർക്ക് എന്തെന്നാ അതിന്റെ ലാഭം തിരിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ റിട്ടയർഡ് ഉമാ ദത്തനെല്ലാം വിളിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്ന ജിഷേന്റെ കേസ്. അതന്നെയാണ്. എന്നാൽ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ ക്രിമിനോളജിസ്റ്റിന് നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടിയില്ലേ? 20 കൊല്ലമില്ലേ? അഭിയെ കൊല്ലപ്പെട്ടിട്ട് 15 കൊല്ലമായി. എങ്ങനെയാണ് അഭിയന്റെ കേസ് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഫോറൻസിക്കിലല്ലേ അട്ടിമറിച്ചത്? അതിന്റെ ആളാണ് ഉമാ ദത്തൻ. നിങ്ങളൊന്ന് നോക്കണം ടി വി. എന്താ ഉമാ ദത്തനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എറണാകുളത്ത് തിരുവനന്തപുരത്ത് ഒരു ഫോറൻസിക് എക്സ്പെർട്ടാണ് അവർ അട്ടിമറിച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് കേസ് നിലനിൽക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഫോറൻസിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പാടിയിൽ ഇതിന്റെ മണിവിന്റെ സമാനം സ്വഭാവം വക്കീൽ പറഞ്ഞിട്ട് എന്താ കാര്യം പറയാം, ഭാര്യനെ അറിയിക്കുന്നില്ല. 500 മീറ്റർ അകലെയുള്ള ഭാര്യനെ ഇങ്ങനെയുള്ള ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരറിയിച്ചിട്ടില്ല. അവരെ ചോദ്യം ചെയ്യേണ്ടേ പോലീസും ഇപ്പം ഇവിടെ ഈ വിഷയന്റെ ഭാഗം 7 സെലക്ട് ചെയ്തില്ല. 12 മണിക്കൂറേ അത് നിലനിൽക്കുള്ളൂ. അതിനുശേഷം ഒരു 2 മണിക്കൂർ അധികം എടുത്തിട്ടാണ് പോസ്റ്റ്മോർട്ടം. അപ്പൊ ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇവർ ക്രിമിനൽസിന് വേണ്ടി നിൽക്കുന്നത്, മാഫിയക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് സംശയം. ഭീകരാവസ്ഥയാണത്. എന്ന് പറഞ്ഞാൽ ഫെയിൽ സ്റ്റേറ്റ്, ആഫ്രിക്കൻ ഫെയിൽ സ്റ്റേറ്റ്സിൽ ഇത് കാണുള്ളൂ. എന്താ പറയാ, ഈ മിലിറ്ററി റൂളേഴ്സ് അവരവർക്ക് വേണ്ടയാളെ കൊന്നിട്ട് തെളിവ് ഇങ്ങനെ ആക്കുന്നത് ആഫ്രിക്കൻ കൺട്രീസിലെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പഴയ കാലത്ത്, ഇപ്പൊ ഇല്ല, ഡെമോക്രസി ഇല്ലാത്ത കാലത്തെല്ലാം ആഫ്രിക്കൻ മിലിറ്ററി റൂളേഴ്സ് ചെയ്യുന്നതാണിത്. പണ്ട് ഈ ലെഫ്റ്റ് ഇന്ത്യ എല്ലാം ഈ റബൽസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊല്ലുക, ഒന്നിനെ വൈറ്റ് വാഷ് ചെയ്യുക. അതുപോലെ കേരള പോലീസ്, ബീഹാർ പോലീസ് പോലും ആയില്ല. ബീഹാർ പോലീസിലും പണ്ട് 82-ലെല്ലാം ഇത് നടത്തിയത്. പണ്ട് കണ്ണനം കുത്തിപ്പൊട്ടിച്ചെന്ന് പറയുന്നത് അതേപോലത്തെ സ്ഥിതിയിലേക്ക് പോകുന്നു. അതേസമയം ഈ വെറുതെ പോസ്റ്റ് ഒട്ടിച്ചത്, 2 പോസ്റ്റ് ഒട്ടിച്ചത് ഗവൺമെന്റിന്റെ അനീതി അവസാനിപ്പിക്കുക, പോസ്റ്റ് ഒട്ടിച്ചതിനും വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് UAPയും കാപ്പിയും ചാർത്തുന്ന കേരള പോലീസ് കൊലപാതകം നടന്നിട്ട് ഈ ഇങ്ങനത്തെ ക്രിമിനൽ റീസൺ സെൻട്രൽ ഫോറൻസിക്കിന്റെ വരാനുണ്ട്. അതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്ക് അത് വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ജില്ല കൊല്ലപ്പെട്ടു ഭീകരമായിട്ട്. ഇനിയും ഇത്രയും ജില്ലമാർ കൊല്ലപ്പെടാനുണ്ട്. ഇനിയും നമ്മളെല്ലാം കൊല്ലപ്പെടാനുള്ള ഈ മറ്റേ ഫ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ചെയ്യാൻ പറ്റാതെ പോലെ. ഇവർ മണ്ണിൽ സ്ട്രിക്റ്റായിട്ട് നടത്തിയെങ്കിൽ ഇവർക്ക് ഡിഫറൻസ് ആവും ചെയ്യുമോ? അതൊന്നും ഇല്ലാണ്ട് ഈ എക്സ്പെർട്ട് ഈ ക്രിമിനോളജി എന്താ പറയാ, ക്രിമിനോളജി ഇവരെല്ലാം പഠിച്ചിരുന്ന പഴയ ക്രിമിനൽസിന്റെ അനുഭവം ഇങ്ങനെ അതൊന്നുമല്ല. ഇപ്പൊ സൊഫിസ്റ്റിക്കേറ്റഡ് ക്രിമിനൽസ് എന്താ, ശശി തരൂരിന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു, പോലീസ് പറയുന്ന കൊലപാതകം, ഭർത്താവ് പറയുന്ന കൊലപാതകമല്ല ആത്മഹത്യ, എന്നിട്ട് എല്ലാം പിടിച്ചിട്ട് പോയി ചെയ്തിട്ട് റിപ്പോർട്ടാക്കുന്നു. അങ്ങനത്തെ കൊലപാതകങ്ങളൊന്നും ക്രിമിനോളജിസ്റ്റ് ഈ പറയുന്ന ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ജെയിംസ് നടക്കാൻ രീതിയിലും പഠിച്ച കാലത്തെ ക്രിമിനൽസ് എല്ലാം പോയി. ഇപ്പൊ സൊഫിസ്റ്റിക്കേറ്റഡ് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയില്ല. പൊളോണിയാണ് കൊടുക്കുന്നത്. യാതൊരു കൊന്നിട്ട് എങ്ങനെയാണ് ഫോറൻസിക് ആണ് ഫ്രാൻസിൽ നിന്ന് പിടിക്കുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ തെളിവിന് ഭയങ്കര മുടിക്ക് പോലും പ്രാമുഖ്യമുണ്ട്. മുടിയിലാണ് വിഷാംശം ഉണ്ടാവുക എന്ന് പറയാം, എല്ലാം നഖത്തിൽ. അപ്പൊ ഓരോന്ന് ഇതെല്ലാം കൊടുക്കേണ്ടല്ലോ. 10 ദിവസം ക്വാറന്റൈൻ ചെയ്യാണ്ട് ജിഷേന്റെ വീടെല്ലാം തുറന്നു കൊടുത്ത് ആളെല്ലാം കയറി ഇറങ്ങി കനാലിൽ വെള്ളം പിടിച്ച് ചെരുപ്പും കൊട്ടി ഇങ്ങനെ നടക്കുന്നതാണ്. ആരെ ചെരുപ്പ്? അതാ കനാലിന്റെ ഭാഗത്ത് എത്ര ചെരുപ്പുണ്ടാവും? ഇനി അതുകൊണ്ടാണ് വിരലടയാളം ഈ പറയുന്ന 1000കണക്കിന് ആളെ പിടിച്ചിട്ടും വിരലടയാളം സാമ്യതയില്ല. അതുകൊണ്ടാണ് ഒരു ലൊക്കാലിറ്റിനെ മുഴുവൻ ഇപ്പം ബലാത്സംഗത്തിന്റെ പ്രതിയാക്കിയത്. കേരള ചരിത്രം കണ്ടില്ല ഒരു വാർഡിലുള്ള മുഴുവൻ ആളുകളും ജിഷേനെ കൊലപാതകയാക്കി നിന്നും പിടിക്കേണ്ടത്. യഥാർത്ഥ കൊലപാതകം എവിടെയോ ഇങ്ങനെ കസുഖം പാടുന്നു, ചന്ദ്രബോസിന്റെ ഷർട്ട് കത്തിച്ചു. അപ്പൊ ഈ എക്സ്പെർട്സ് ഇവിടെ പോയി എന്ത് ടൈമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്? ഇവർക്ക് വല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വല്ല പന്നി വളർത്ത കേന്ദ്രത്തിൽ പന്നീനെ വളർത്തുന്നതിന് നല്ലത്. അതുകൊണ്ടാണ് ഈ ജയിലിലെല്ലാം ചിപ്സ് ആക്കുന്ന ഗോയിൽ നച്ചാമിക്ക് ചില്ലി ചിക്കൻ കൊടുത്തോണ്ട് നിൽക്കുന്ന, ഇവർ ബിരിയാണി കൊടുത്തോണ്ട് നിൽക്കുന്ന ഗോയിൽ നച്ചാമി. ശ്രീ ദേവദാസ് തിരികെ എത്താം. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രജി, നിങ്ങൾ രണ്ടുപേരിലേക്കും വളരെ വേഗം തിരികെ എത്താം. കലാഭവൻ മണി മരിച്ചിട്ട് 2 മാസം പിന്നിടുന്നു. അസ്വാഭാവികത എന്ന കാര്യം ആദ്യം തന്നെ ഉയർന്നു വന്നിരുന്നു. എങ്കിലും ഇപ്പോഴും ആ വിഷയങ്ങളിലെ ദുരൂഹത നീക്കാൻ പോലീസിനായിട്ടില്ല. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണം പറയുമ്പോഴും പാടി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള അസ്വാഭാവികമായ കാര്യങ്ങൾ, അതിലേക്കൊക്കെ അന്വേഷണം പോയിട്ടില്ല എന്നുകൂടി വേണം ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ.